വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു 4 വാക്കുകളുണ്ട് അല്ലേ? ആ സെന്റൻസുകളെ നമ്മളൊന്ന് സംസാരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഏതൊക്കെയാണത്? ദേ ദോ ലേ ലോ ഡാലോ രഖോ. ഇതൊന്ന് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? ദേദോ അല്ലേ? അപ്പൊ ഇത് അവന് കൊടുക്കൂ. ये उसको दे दो. ये उनको दे दो. ये उनको दे दीजिए. ഇത് 3 നമ്മൾ പഠിച്ചു. ഇത് 3നും ഒരു അർത്ഥം. ഇത് അവന് കൊടുക്കൂ. ഉസ്കോ ദേ ദോ എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ കുറച്ച് റെസ്പെക്ട് ചെയ്ത് പറഞ്ഞപ്പോ ये उनको दे दो എന്നായി അല്ലേ? പിന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് പറയുമ്പോൾ ये उनको दे दीजिए. മനസ്സിലായില്ലേ? ഇനി അടുത്ത സെന്റൻസ് നമ്മൾ അവന് കൊടുത്തിരുന്നു അല്ലെ? ഇത് ഞാൻ അവന് കൊടുത്തിരുന്നു അല്ലെ? അവന് കൊടുത്തിരുന്നു. അപ്പൊ എന്ത് പറയും? वो उसको दे दिया था. वो उनको दे दिया था. वो उसको दे दिया था. मैं उसको दे दिया था. ഞാൻ കൊടുത്തിരുന്നു. ഉൻകോന്നും ഉസ്കോന്നും യൂസ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സെന്റൻസ് നമ്മള് ഇത് ഞാൻ അവന് നാളെ കൊടുക്കാം അല്ലെ? അങ്ങനെ പറയുമ്പോ എങ്ങനെയാ? मैं उसको कल दे दूंगा. मैं उनको कल दे दूंगा. कल ഞാൻ പറയുമ്പോ मैं उनको कल दे दूंगी. മനസ്സിലായില്ലേ? അപ്പൊ അവന് നാളെ കൊടുക്കാം. ഓക്കെ, നമ്മൾ പഠിച്ച അടുത്ത വാക്കായിരുന്നു ലേലോ അല്ലെ? നീ ഇതെടുത്തോ എന്ന് നമ്മൾ എങ്ങനെ പറയാ? आप ये ले लो. आप ये ले लीजिए. ले लीजिए അല്ലെങ്കിൽ ലേലോ. आप ये ले लो. आप ये ले लीजिए. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വാക്ക് എന്താ പഠിച്ചേ? എടുത്തിരുന്നു അല്ലെ? അപ്പൊ നമ്മള് ഞാനിത് എടുത്തിരുന്നു എന്നെങ്ങനെയാ പറയാ? मैं ये लिया था. मैंने ये लिया था. मैंने ये ले लिया था എന്നും പറയാം. ഓക്കെ, എടുത്തിരുന്നു എന്നുള്ള അർത്ഥം വരുന്ന വേർഡുകളാണ്. मैं लिया था, मैंने लिया था, ले लिया था. ഇതെല്ലാം എടുത്തിരുന്നു എന്നാണ്. ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു? എടുത്തോളാം അല്ലേ? അപ്പൊ ഞാൻ നാളെ എടുത്തോളാം. അതെങ്ങനെ പറയാ? मैं कल ले लूंगा. मैंने कल ले लूंगा. मैं कल ले लूंगी. മനസ്സിലായോ? ഞാനായതുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് ले लूंगी ഈക്ക് മാത്രം വന്നു. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? മേ അല്ലെങ്കിൽ मैंने कल ले लूंगी, ले लूंगा. അതാണ് എടുത്തോളാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച 3ാമത്തെ വേർഡാണ് രഖോ അല്ലേ? രഖോ വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറയണേ, ഇത് ഇവിടെ വെക്കൂ. ये इधर रखो. ये यहाँ रखो. ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഇതെന്ന് പറഞ്ഞു യഹാം എന്ന് പറഞ്ഞു അല്ലെ? രണ്ടും ഒന്നാ. ഇത് ഇവിടെ വെക്കൂ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ എന്തായിരുന്നു? വെച്ചിരുന്നു അല്ലെ? ഞാൻ ഇവിടെ വെച്ചിരുന്നു. ഞാൻ എന്തായാലും പറഞ്ഞു അല്ലെ? കീ കാണാതില്ല, കീ കാണാതായി പോയി. അപ്പൊ ഞാൻ ഇവിടെയാണ് വെച്ചിരുന്നത് അല്ലെ? അപ്പൊ ഇനി പറയാ मैं इधर रखा था. मैंने यहाँ रखा था. मैं इधर रखा था. मैंने यहाँ रखा था എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ചിരുന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് ഞാൻ ഇവിടെ വെക്കാം. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയാ? मैं इधर रखूंगा. मैं यहाँ रख दूंगा. रखूंगा, रख दूंगा, रखूंगी. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് രഖൂങ്കി. മനസ്സിലായോ? ഇതെല്ലാം ഇവിടെ വെക്കാം, ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ വെക്കാം, രഖോ എന്ന വാക്ക് വെച്ചുള്ള സെന്റൻസുകൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമ്മള് ഡാലോ എന്നുള്ള ലാസ്റ്റ് 4 വാക്കുകളാണല്ലോ പഠിച്ചത്. അപ്പൊ ഡാലോ വെച്ചും കൂടി നമുക്കൊന്ന് പറഞ്ഞേക്കാം അല്ലെ? അവിടെ ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? उधर डालो. वहाँ डालो. മനസ്സിലായി? ഇതിൽ കൂടെ നിങ്ങൾ ചെറിയ ചെറിയ വേറെ വാക്കുകൾ കൂടി പഠിക്കുന്നില്ലേ? അപ്പൊ വഹാന്ന് പറഞ്ഞാലും ഉദർന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ ഉദർ ഡാലോ, വഹാ ഡാലോ. ഇനി നമ്മൾ പറയാണ് ഞാൻ അവിടെ ഇട്ടിരുന്നു അല്ലെ? ഞാൻ അവിടെ ഇട്ടിരുന്നു. मैं उधर डाला था. मैंने वहाँ डाला था. मैंने वहाँ डाला था. ഞാൻ പറയുമ്പോൾ എന്ത് പറയുന്നറിയോ? मैंने वहाँ डाली थी. मैं उधर डाली थी. ഓക്കെ, ഇനി അടുത്തത് അവിടെ ഇടാം. ഞാൻ അവിടെ ഇടാം എന്നെങ്ങനെ പറയുന്നേ? मैं उधर डालूंगा. मैं वहाँ डाल दूंगा. डाल दूंगा അല്ലെങ്കിൽ डालूंगा. ഞാൻ പറയുമ്പോ मैं उधर डालूंगी, डाल दूंगी. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ പഠിച്ച
4 വാക്കുകൾ നമ്മൾ ഈ കഴിഞ്ഞ 2 ക്ലാസ്സായിട്ട് പഠിച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റിവിഷൻ പോലെ സംസാരിച്ച് കേൾപ്പിച്ചത്. ഇപ്പൊ നമ്മൾ സംസാരിക്കാവുന്ന ആ ഒരു സെന്റൻസുകളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. ഇനി ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാം മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് ഈസിയാണ്. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ മുൻപിൽ ക്യാ ഒക്കെ വെച്ച് സംസാരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്കത് വേറെ ക്ലാസ്സിലായിട്ട് പറയാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.